ആൽബിയും എബിയും സിസിലിയും റൂമിൽ തിരിച്ചെത്തി. ഡോക്ടർ റൗണ്ട്സിന് വന്നു. സോഫിയെ പരിശോധിച്ചു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. സ്റ്റിച്ച് 2 ദിവസം കഴിഞ്ഞെടുക്കും. വീട്ടിൽ പോകാം. കൈകൊണ്ട് ഭാരമുള്ളതൊന്നും എടുക്കാൻ പാടില്ല. 1 മാസം റെസ്റ്റ് എടുക്കണം. പിന്നെ ബ്ലഡ് കുറച്ച് കുറവുണ്ട്. ധാരാളം ഫ്രൂട്ട്സ് കഴിക്കണം. പിന്നെ എല്ലാവരും കൂടി നിൽക്കണ്ട. 2 പേർ ആവശ്യമേൽ നിന്നാൽ മതി. സോഫിക്ക് ആവശ്യത്തിന് നടക്കുകയൊക്കെ ചെയ്യാം. കൈ വല്ലാതെ ഇളക്കേണ്ടത് മാത്രം. ഡോക്ടർ പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി. സോഫിയുടെ മുഖത്ത് ആശ്വാസത്തിൻ്റെ ചിരി വിരിഞ്ഞു. ആൽബിയുടെയും. മോനെ ആൽബി, എല്ലാം കലങ്ങി തെളിഞ്ഞു. എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. ഇനി മോനെ അവിടെ നിർത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. നീ ഇനി വിദേശത്ത് ജോലിക്ക് പോകേണ്ടതാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് പ്രായമായി, എല്ലായിടത്തും കണ്ണെത്തുന്നില്ല. നിന്നെ അതൊക്കെ ഏൽപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ, നീ പറ, എന്താ നിൻ്റെ തീരുമാനം? വല്യപ്പച്ചൻ ചോദിച്ചു കേട്ട് ആൽബി സോഫിയെ നോക്കി. അവളുടെ കണ്ണുകൾ അവൻ്റെ മുഖത്ത് തന്നെയായിരുന്നു. അവൻ എന്തു പറയുമെന്നറിയാൻ അവളുടെ മനസ്സ് കൊതിച്ചു. ഇനി പോകുന്നില്ല എന്ന് പറയുന്നത് കേൾക്കാൻ. എന്തായാലും ഇതിനൊരു തീരുമാനം വേണം. പിന്നെ ഇപ്പോൾ ഈ നടന്നത് ഒരിക്കലും വല്യപ്പച്ചനെ പൊറുക്കാൻ പറ്റില്ല എന്നെനിക്ക് മനസ്സിലായി. മോനെ, മമ്മി പറഞ്ഞത് തെറ്റ് തന്നെയാണ്. ഒരു കുഞ്ഞുകുട്ടി എന്ന പരിഗണന പോലും കൊടുക്കാതെ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പിന്നെ നാട്ടിൽ നിൽക്കേണ്ട കാര്യം, എനിക്ക് തരക്കേടെടുത്ത ശമ്പളമുണ്ട് അവിടെ. നാട്ടിൽ ഞാൻ ഓടിപ്പാഞ്ഞ് നടക്കേണ്ട ഒരു കാര്യമില്ല. അവിടെ ഓഫീസ് റൂമിൽ ഇരുന്നാൽ മതി. അതുകൊണ്ട് എനിക്കൊരു 2 വർഷം കൂടി അവിടെ നിന്നേ പറ്റൂ. മാത്രമല്ല സോഫി ഇപ്പോൾ പഠിക്കുന്നുമുണ്ട്. അവൾക്കൊരു ലക്ഷ്യമുണ്ട്, ഒരു ജോലി. അത് കിട്ടണം. എനിക്ക് അത്യാഗ്രഹം കൊണ്ടൊന്നുമല്ല. 3 പെൺകുട്ടികളെ വളർത്തി വലുതാക്കി ഇല്ലാത്ത കാശ് കൊടുത്ത് പഠിപ്പിച്ചു. അവരുടെ ഭാവിക്ക് വേണ്ടി പ്രയത്നിക്കുന്ന അപ്പച്ചനും അമ്മച്ചിയും പോലെ ഒരുപാട് പേരുണ്ട്. വയസ്സുകാലത്ത് തങ്ങൾക്ക് ആര് താങ്ങാകുമെന്ന പ്രതീക്ഷ പോലും ഇല്ലാതെ. അതുകൊണ്ട് സോഫിക്ക് ജോലി കിട്ടിയാൽ ആ പൈസയിൽ നിന്ന് ഒരു പൈസ എനിക്കും വേണ്ട. അത് ഈ അപ്പച്ചനും അമ്മയ്ക്കുമുള്ളതാണ്. സോഫിയുടെ അപ്പച്ചനെയും അമ്മച്ചിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ആൽബി. എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞുപോയ നിമിഷങ്ങളായിരുന്നു അത്. സോഫിയുടെ ഇരു ചെന്നികളുടെയും മിഴിനീർ ഒഴുകിയിറങ്ങി. മോനെ, ഞങ്ങൾക്ക് ജനിക്കാതെ പോയ മകനാണ് നീ. സോഫിയുടെ അമ്മച്ചി ആൽബിയുടെ കവിളിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു. ഇനിയും ഒരു ചോദ്യത്തിന് ഉത്തരമായില്ല. അപ്പോൾ 2 വർഷം ഞാൻ എൻ്റെ ബിസിനസ് നോക്കി നടത്താം. എന്നിട്ട് നീ ഏറ്റെടുത്താൽ മതി. പക്ഷേ മോൻ്റെ കാര്യം? വല്യപ്പച്ചൻ ചോദ്യം ആവർത്തിച്ചു. മോൻ തൽക്കാലം വല്യപ്പച്ചൻ്റെ അടുത്ത് നിൽക്കട്ടെ, ആൽബി പറഞ്ഞു കേട്ട് സോഫി ഞെട്ടി. ഇച്ചായ, അവൾ തെല്ലുറക്കെ വിളിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, ആൽബി അവളെ നോക്കി പറഞ്ഞു. സോഫിയും, എൻ്റെ മമ്മിക്ക് ചെറിയൊരു ശിക്ഷ. ഞാനും പോകുന്നത് വരെ അവിടെയായിരിക്കും. സോഫി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സോഫി മാത്രം എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി. അതും അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം. ആദ്യം പഠിപ്പ് കഴിഞ്ഞ് ഒരു ജോലി വാങ്ങട്ടെ. അതുവരെ ഞാൻ നാട്ടിൽ വരുന്നത് വരെ. എന്താ പോരെ? ആൽബി എല്ലാവരെയും നോക്കി. വല്യപ്പച്ചനും വല്യമ്മച്ചിക്കും സിസിലിക്കും സന്തോഷമായി. നേരെ മറിച്ച് മേഴ്സിയുടെ മുഖം ഇരുണ്ടു. നിന്റെ തീരുമാനം ഉറച്ചതാണോ? മമ്മി ചോദിച്ചു. അതെ, ഞാൻ പറഞ്ഞതുപോലെ നടക്കും. സോഫി ഇനി വല്യപ്പച്ചൻ്റെ വീട്ടിലായിരിക്കും. ആൽബി അന്തിമ തീരുമാനമെടുത്തു. ശരി എബി, വാ പോകാം. ഇനി നമ്മുടെ ആവശ്യമില്ല ഇവിടെ. മമ്മി പുറത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. മേഴ്സി, നീ എന്താ പിണങ്ങി പോവുകയാണോ? പപ്പ ചോദിച്ചു. അവനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. ഇവിടെ എനിക്ക് ശിക്ഷയും വിധിച്ചു. ഇനി അത് നടപ്പാകട്ടെ. അവൾക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വരാം. ഞാൻ എൻ്റെ തെറ്റ് സമ്മതിക്കുന്നു. മേഴ്സി നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് സങ്കടമില്ല, കാരണം തെറ്റ് എൻ്റെ ഭാഗത്താണ്. പറഞ്ഞത് നല്ല തീരുമാനമാണ്. ഉള്ളിൽ വിഷമത്തോടെയാണെങ്കിലും ചിരിച്ചുകൊണ്ട് പറഞ്ഞു മേഴ്സി. മമ്മി, ഞാൻ വരും അവിടേക്ക് പോകുന്നത് വരെ. ആൽബി പറഞ്ഞു. അത് നിൻ്റെ ഇഷ്ടം, ഞാൻ ആരെയും വിലക്കുന്നില്ല. മേഴ്സി പറഞ്ഞുകൊണ്ട് നടന്നു. ശരിയെന്നാ, ഇറങ്ങുന്നു, പിന്നെ വരാം മോളെ, പപ്പ സോഫിയോട് പറഞ്ഞു. അവൾ പതിയെ തലയാട്ടി. ആൽബി വീണ്ടും പോകുമെന്ന് പറഞ്ഞ് സങ്കടത്തിലായിരുന്നു അവൾ. പിന്നെ തീരുമാനം അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ആൽബി, ഞാൻ നിന്നെ വണ്ടി കൊണ്ടുവരാം. നിനക്ക് വീട്ടിൽ വരാൻ വണ്ടി വേണ്ടേ? പോയിട്ട് വരാം. എബിയും യാത്ര പറഞ്ഞിറങ്ങി. പിന്നല്ല വല്യപ്പച്ചനും വല്യമ്മച്ചിയും സിസിലിയും പോകാനിറങ്ങി. മോനെ ഞങ്ങൾ കൊണ്ടുപോകാം. ഹോസ്പിറ്റലിൽ നിർത്തുന്നത് ശരിയല്ല. നാളെ കാലത്ത് കൊണ്ടുവരാം, വല്യപ്പച്ചൻ പറഞ്ഞു. മോൻ ഇവിടെ നിന്നോട്ടെ അപ്പച്ച, സോഫി പറഞ്ഞു. അവൻ നിന്നോട് എടുക്കാനൊക്കെ പറയും സോഫി. ഇപ്പം കൈ അനക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? നാളെ കൊണ്ടുവരുമല്ലോ. അല്ലെങ്കിൽ ഞാനിവിടെ ഉണ്ടല്ലോ. നിനക്ക് മോനെ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ കൊണ്ടുവരാം കേട്ടോ. ആൽബി അവളുടെ വലത് കൈയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. മനസ്സില്ല മനസ്സോടെ സമ്മതിച്ചു അവൾ. ഉച്ചയ്ക്ക് ആൽബി കൊണ്ടുവന്ന ഭക്ഷണം കൊടുത്തു അമ്മച്ചി സോഫിക്ക്. അമ്മച്ചിയും അതിൽ നിന്ന് കഴിച്ചു. സോഫി എഴുന്നേറ്റിരിക്കാൻ തുടങ്ങിയിരുന്നു. ആൽബി അപ്പച്ചനെയും നാൻസിയെയും സിൻസിയെയും കൂട്ടിപ്പോയി ഹോട്ടലിൽ നിന്നും ഫുഡ് കഴിച്ചു. 4 മണിയായപ്പോൾ അവരും പോകാനിറങ്ങി. അമ്മച്ചി അവിടെ നിൽക്കാമെന്ന് ഒരുപാട് പറഞ്ഞു. ആൽബി സമ്മതിച്ചില്ല. ഞാനുണ്ട് ഇവിടെ, ആരും പേടിക്കണ്ട. ആൽബി തീർത്ത് പറഞ്ഞപ്പോൾ അവരും പോകാനൊരുങ്ങി.
കോളേജിൽ പോവുകയും ചെയ്യണം നാൻസിക്ക്. അതുകൊണ്ട് എതിര് പറഞ്ഞില്ല അവർ. അവരെ യാത്രയാക്കി ആൽബി വരുമ്പോൾ ആലോചനയിൽ മുഴുകി കിടക്കുകയായിരുന്നു സോഫി. ആൽബി വാതിൽ ചേർത്തടച്ചു. ആൽബി മുഖത്തൊരു ഗൗരവം വരുത്തിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ കണ്ണുകളിൽ നേരിയ ഭയം നിഴലിച്ചു. എന്താ ഇച്ചയ ഇങ്ങനെ നോക്കുന്നത്? സോഫി അല്പം വിറയിലോട് ചോദിച്ചു. ആൽബി ഷർട്ട് ഒരു കൈ കൊണ്ട് തീർത്ത് കയറ്റി. എന്താണെന്നോ, എല്ലാവരും പോകാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു ഞാൻ. നീ ഒന്ന് എഴുന്നേറ്റ് തിന്നേ, ആൽബി പറഞ്ഞു. സോഫി ഒരു വശത്തേക്ക് ചേരിഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. അവൾ അവനെ നോക്കി. അവൻ്റെ കണ്ണുകൾ ചുവന്നു. നീ ചാകാൻ പോകും മുൻപ് എന്നെ ഓർത്തോ? ആൽബി ദേഷ്യത്തോടെ ചോദിച്ചു. അത് പിന്നെ ഞാൻ, സോഫി ശബ്ദം ഇടറിക്കൊണ്ട് പറഞ്ഞു. ആൽബി കൈ ഉയർത്തി അവളുടെ കവളിൽ ഒറ്റയടിയായിരുന്നു. സോഫി കവൾ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവനെ പകച്ചു നോക്കി. ഇത് എന്തിനാണെന്നറിയാമോ? ഇനി നിനക്ക് ഇതുപോലെ എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നതിന് മുൻപ് എന്നെ ഓർക്കാൻ, നിന്നെ പ്രാണനായി സ്നേഹിക്കുന്ന എന്നെ മറക്കാതിരിക്കാൻ. ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഫേസ് ചെയ്യേണ്ടി വരും. അതിൻ്റെ അന്തിമ തീരുമാനം ആത്മഹത്യയല്ല, സമചിത്തതയോടെ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യണം. പ്രത്യേകിച്ച് എന്നെപ്പോലെ കുടുംബത്തിന് വേണ്ടി അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല. നാട്ടിൽ നിന്നും ഒരു ഫോൺ കോൾ വരുമ്പോൾ പലപ്പോഴും ചങ്കിടപ്പോടെയാണ് അറ്റൻഡ് ചെയ്യുക. കാരണം ആർക്കെങ്കിലും ആപത്തുണ്ടായോ ഒന്നിൽ കൂടുതൽ വിളി ഓരോരുത്തരും മാറി മാറി വിളിക്കുമ്പോൾ തങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാനും കഴിയണം. നാട്ടിലുള്ളവർക്ക് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നറിയാതെ യാത്ര ചെയ്ത് ഇവിടെ വരാൻ എനിക്ക് പറ്റി. കാരണം എൻ്റെ കമ്പനി അത്ര വലുതും സ്വാധീനവുമുള്ളതുകൊണ്ട്. അതുപോലെ ആകില്ല ചിലപ്പോൾ മറ്റുള്ളവ. നാട്ടിലെത്തി നിങ്ങളെ കാണും വരെ ഞങ്ങൾ അനുഭവിക്കുന്ന ടെൻഷൻ ഉണ്ടല്ലോ, അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകില്ല. ആൽബി പറയുന്ന കേട്ട് നിറഞ്ഞ മിഴിയോടെ സോഫി നിന്നു. സോഫി, നിന്നെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. ഇനിയെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ ഓർക്കണം ഒരു നിമിഷം. ആൽബി നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. ഇച്ചയ. ആർത്തലച്ച് പെയ്യുന്ന മഴ പോലെ സോഫി അവൻ്റെ നെഞ്ചിലേക്ക് വീണു. അവർ രണ്ട് കൈകൊണ്ടും അവളെ മുറുക്ക പിടിച്ചു. അവളുടെ മൂർത്താവിൽ ചുംബിച്ചു. അവളുടെ കണ്ണുനീർ അവൻ നെഞ്ചിൽ നനച്ചു. കുറച്ചു നേരം കരഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ അവളെ പിടിച്ചു മാറ്റി. മതി, ഇനി കരയരുത്. ഇതെന്നും ഓർക്കണം, ഞാനെപ്പോഴും നിൻ്റെ കൂടെയുണ്ട് കേട്ടോ. അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ദേ, ഞാൻ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, കുളിച്ച ഡ്രസ്സ് മാറാൻ നോക്കാം, ആൽബി പറഞ്ഞു. കൈ നനയിലേ, അമ്മച്ചി പോകുന്നതിന് മുൻപ് നോക്കാമായിരുന്നു, സോഫി അവനെ നോക്കി പറഞ്ഞു. അതെന്താ? ഞാനല്ലേ, ഞാൻ നിന്നെ കുളിപ്പിച്ചു തരും, അനുസരിച്ചാൽ മതി, ആൽബി പറഞ്ഞു. കേട്ടപ്പോൾ സോഫി നാണം കൊണ്ട് ചുവന്നു. ഒന്ന് പോ, അവൾ പറഞ്ഞു. പിന്നെ ഞാനൊന്ന് കണ്ടിട്ടില്ല, മിണ്ടാതിരി വേണേ. ആൽബി കുളിച്ച് മാറാനുള്ള ഡ്രസ്സ് എടുത്ത് ടവലും സോപ്പും ആദ്യം കൊണ്ടുപോയി വെച്ചു. പിന്നെ അവളെ വിളിച്ചു കൊണ്ടുപോയി. ആദ്യം സമ്മതിച്ചില്ല സോഫി. പിന്നെ അവൻ്റെ വാശിക്ക് മുന്നിൽ കീഴടങ്ങി. ഞാൻ ഇന്ന് പോകുമെന്നറിയില്ല, കമ്പനി ലീവ് തരുമെന്ന വിശ്വാസമുണ്ട്. കുറച്ച് ദിവസം, അതുവരെ എൻ്റെ മോളെ ഞാൻ നോക്കും. ഒരു മാസം റെസ്റ്റ് എന്ന് ഡോക്ടർ പറഞ്ഞതുപോലെ. എതിർത്ത് പറയണ്ട, പറയുന്നത് അനുസരിച്ചാൽ മതി. ആൽബി കുഞ്ഞുകുട്ടിയെ നോക്കുന്നത് പോലെ തൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ട് സോഫിയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞ സന്തോഷം കൊണ്ട് അവളെ കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി മുടി തുവർത്തി കൊടുത്തു. ആൽബി. സോഫി അവനെ കൗതുകത്തോടെ നോക്കിയിരുന്നു. എന്താ പെണ്ണേ? ആൽബി ടവൽ ചേൽ വിടർത്തിയിട്ടുകൊണ്ട് ചോദിച്ചു. ഞാനത്ര ഭാഗ്യവതിയാണെന്ന് ഓർത്തു പോയതാ. ജീവിതകാലം മുഴുവനും വിധവയായി കഴിയേണ്ടി വന്ന എന്നെ, സോഫി ശബ്ദം ഇടറിക്കൊണ്ട് പറഞ്ഞു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പഴയതൊന്നും ഇനി നിൻ്റെ മനസ്സിൽ വേണ്ടെന്ന്. നീ രണ്ടാം കെട്ടുകാരിയാണ് എന്ന നിൻ്റെ മനസ്സിലെ ചിന്ത ആദ്യം മാറ്റ്. എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു പെണ്ണേ ഉള്ളൂ, അത് എൻ്റെ ഈ പെണ്ണാണ്. അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവളും അവനെ ഒരു കൈ കൊണ്ട് വട്ടം പിടിച്ചു. വാതിൽ മുട്ടുകെട്ട് ആൽബി പെട്ടെന്ന് ഒഴിഞ്ഞു മാറി വാതിൽ തുറന്നു. നേഴ്സായിരുന്നു. BP നോക്കാൻ വന്നതാ, നേഴ്സ് പറഞ്ഞിട്ട് റൂമിൽ കയറി. ചേച്ചി കുളിച്ച് സുന്ദരിയായല്ലോ, സിസ്റ്റർ പറഞ്ഞു കിട്ടി. സോഫി ചിരിയോടെ ആൽബിയെ നോക്കി. അവൻ മുടി ഒതുക്കി വെച്ചുകൊണ്ട് അവളെ നോക്കി കണ്ണിറക്കി. BP ഇപ്പോൾ? ആൽബി ചോദിച്ചു. കുഴപ്പമില്ല, എന്നാലും കുറവാണ്. പപ്പടം അച്ചാർ എന്തെങ്കിലും കഴിച്ചാൽ ശരിയാകും, അവർ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകാൻ ഇറങ്ങി. അപ്പോഴാണ് എബി വന്നത്. ഞാൻ ഓഫീസിൽ പോയി ആൽബി, അതാ വൈകിയത്, എബി പറഞ്ഞിട്ട് റൂമിൽ കയറി. അത് സാരമില്ല, എനിക്ക് നാളെ മതിയല്ലോ വണ്ടി. എബി, അവൾ പോയോ? നിതാ, ആൽബി ചോദിച്ചു. എബി കീ കൊടുത്തുകൊണ്ട് കസാരയിലിരുന്നു. അറിയില്ല, ആ പിശാച്ച് എവിടെയെങ്കിലും പോയി തോലട്ടെ, നശിച്ച പെണ്ണ്, എബി അമർഷത്തോടെ പറഞ്ഞു. അങ്ങനെയൊന്നും പറയില്ല എബി, സോഫി പെട്ടെന്ന് പറഞ്ഞു. എബി അവളെ അത്ഭുതത്തോടെ നോക്കി. നിനക്ക് എങ്ങനെ കഴിയുന്നു സോഫി അവളോട് ക്ഷമിക്കാൻ? നീ ഇത്ര പാവമായി പോകരുത്, അത് മുതലെടുക്കും ചിലർ. ഇപ്പം മനസ്സിലായോ? എബി ചോദിച്ചു. അത് ഇവൾക്ക് മനസ്സിലാകില്ല എബി, ഇവൾ യേശുക്രിസ്തു അല്ലേ,
ഒരടി കവളിൽ കിട്ടിയാൽ മറ്റേതും കൂടി കാണിച്ചു കൊടുക്കും, കഷ്ടം. ആൽബി പറഞ്ഞു. ഞാൻ പുറത്ത് പോയി ചായ വാങ്ങി വരാം സോഫി, നിനക്ക് കഴിക്കാൻ എന്താ വേണ്ടത്? ആൽബി ഫ്ലാസ്ക് എടുത്തുകൊണ്ട് ചോദിച്ചു. ഒന്നും വേണ്ട, ചായ മതി, സോഫി പറഞ്ഞു. ഞാൻ വാങ്ങി വരാം, നീ ഇവിടെ ഇരിക്ക്, എബി പറഞ്ഞു. ആൽബി ഒരുപാട് പറഞ്ഞുവെങ്കിലും എബി ഫ്ലാസ്കും വാങ്ങിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അവൻ പോന്നു നോക്കി ആൽബി പറഞ്ഞു. പാവു എബി, ഉള്ളിൽ എത്ര സങ്കടം ഒതുക്കിയാണ് അവൻ നടക്കുന്നത്. ആൽബി സോഫിയുടെ അടുത്തിരുന്നുകൊണ്ട് അവളുടെ കയ്യിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. നിനക്ക് വേദനയുണ്ടോ? ആൽബി ചോദിച്ചു. കൈ വലയുന്നത് പോലെയുണ്ട്, ചെറുതായി വേദനയുണ്ട്. സോഫി അവൻ്റെ തോളിൽ തല ചായച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. സാറില്ല, സ്റ്റിച്ചിട്ടതിൻ്റെ അല്ലേ, മാറും, ആൽബി പറഞ്ഞു. ഇച്ചയ, എന്തിനാ വല്യപ്പച്ചൻ്റെ വീട്ടിൽ നിൽക്കാൻ പറഞ്ഞത്? എനിക്ക് അവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല എന്നറിഞ്ഞിട്ടും, സോഫി ചോദിച്ചു. അതിന് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ, മമ്മിക്ക് മനസ്സിലാകണം നീയും മോനും എനിക്ക് എത്ര വേണ്ടപ്പെട്ടതാണെന്ന്. ഇനി മമ്മിയുടെ ഭാഗത്തു നിന്നും ഇതുപോലൊരു നീക്കം ഉണ്ടാകരുത്. നാളെ നീതയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും വരാം, ഒരു പക്ഷേ നീത തന്നെ. ഉണ്ടാകില്ല, എന്നാലും ഇനി എന്താണ് അവരുടെ നീക്കമെന്നറിയില്ല. എബി മനസ്സിന് കട്ടിയില്ലാത്തവനാണ്. ഏതായാലും 1 വർഷം കഴിഞ്ഞാലേ ഡിവോഴ്സും കിട്ടുള്ളൂ, ആൽബി പറഞ്ഞു. അത് ശരിയാ, അവൾക്ക് തെറ്റുപറ്റിപ്പോയി, നന്നവൻ ഒരവസരം കൊടുക്കണം ഇച്ചയ, സോഫി പറഞ്ഞു. എബി എന്ത് തീരുമാനമെടുത്താലും ഞാൻ അവൻ്റെ ഒപ്പം നിൽക്കും, ആൽബി പറഞ്ഞ് തീരുമ്പോഴേക്കും എബി വന്നു. എബി ഫ്ലാസ്ക് ആൽബിയുടെ കയ്യിൽ കൊടുത്തു. നിങ്ങൾ ചായ കുടിക്കേ, ഞാൻ അവിടുന്ന് കുടിച്ചു. ഇതാ നല്ല ചൂടുള്ള പരിപ്പോടെയാണ്, എബി കടലാസ് പുതി നീട്ടിക്കൊണ്ട് പറഞ്ഞു. ആൽബി ഗ്ലാസ് കഴുകി 2 ഗ്ലാസ്സിൽ ചായ ഒഴിച്ചു. ഒന്ന് സോഫിക്ക് കൊടുത്തു, അവനും എടുത്തു. ആൽബി നിർബന്ധിച്ച് ഒരു വട എബിയുടെ കയ്യിൽ കൊടുത്തു. മമ്മിക്ക് നല്ല വിഷമമുണ്ട് ആൽബി, പെട്ടെന്നുള്ള ദേഷ്യത്തിന് പറഞ്ഞു പോയതാണ്. പപ്പയോട് എണ്ണിപ്പിറകി കരയുന്നുണ്ടായിരുന്നു. മേരി ചേച്ചി ആശ്വസിപ്പിക്കുന്നുമുണ്ട്. എന്തായാലും എല്ലാം സംഭവിച്ചു പോയില്ലേ, ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? എബി നെടുവീർപ്പോടെ പറഞ്ഞു. അതിൽ കാര്യമില്ല എബി, ഇനി മോൻ അവിടെ നിൽക്കേണ്ടതാണ്. ഞാനെല്ലാം സമ്മതിച്ചുകൊണ്ടാണ് ഇവളെ വിവാഹം കഴിച്ചത്. പിന്നെ മോനെ അവിടെ നിർത്താൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അത് വകവെച്ച് കൊടുക്കാൻ പറ്റില്ല. സോഫിക്ക് മോനില്ലാതെ പറ്റില്ലെന്ന് മറ്റാരെക്കാളും കൂടുതൽ എനിക്കറിയാം. വല്യപ്പച്ചനെടുത്ത തീരുമാനം ശരിയാണ്. സണ്ണിച്ചൻ്റെ മോൻ കുത്തുവാക്കുകൾ കേട്ട് വളരാൻ അവർ സമ്മതിക്കത്തില്ല. അവന് 4 തലമുറയ്ക്ക് കഴിയാനുള്ളത് വല്യപ്പച്ചൻ സമ്പാദിച്ചിട്ടുണ്ട്. പിന്നെ എന്തിന് അവൻ നമ്മുടെ വീട്ടിൽ കഴിച്ചു തോന്നിക്കിടക്കണം? ഇനിയും മമ്മിയുടെ ഭാഗത്തു നിന്നും തെറ്റ് പറ്റാതിരിക്കാൻ ഇതാവശ്യമാണ്. പിന്നെ എബി, ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്, നിന്റെ ജീവിതം ഇവിടെ അവസാനിച്ചിട്ടില്ല, ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നീ ഇത് തെറ്റ് ചെയ്തെന്ന് കരുതി നാളെ അവൾ പശ്ചാത്തപിച്ച് വരുമ്പോൾ അവളെ കണ്ടിൽ നിന്ന് അടിക്കാൻ പറ്റില്ല. കല്യാണം കഴിഞ്ഞ് 2 മാസം ആകുമ്പോഴേക്കും അമ്മയാകുക എന്നത് അവൾക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലായിരിക്കും. 2 പേരും കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തി അതിനുള്ള മുൻകരുതലെടുക്കണമായിരുന്നു ആദ്യം തന്നെ. അവളത് നിന്നോട് പറയുകയും ചെയ്തതാണല്ലോ. നീ അവൾക്ക് കുറച്ചുകൂടി സാവകാശം കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ആൽബി എബിയെ നോക്കി. അവൻ നിലത്തേക്ക് നോക്കി തല താഴ്ത്തിയിരിക്കുകയാണ്. എന്ത് എബി, നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല, എന്തൊന്നും മിണ്ടാതിരിക്കുന്നത്? ആൽബി ചോദിച്ചു. നീ പറഞ്ഞതിലും കാര്യമുണ്ട് ആൽബി, അവൾ എന്നോട് പറഞ്ഞതും. പക്ഷേ ഇങ്ങനെയൊരു കള്ളക്കളി ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ്. അവളുടെ പപ്പയുടെ കയ്യിൽ ഒരുപാട് സ്വത്തുണ്ടെന്ന അഹങ്കാരം. ഞാൻ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് നിന്നിരുന്നത്. നിനക്കും അറിയാവുന്നതല്ലേ സോഫിയോട് അവൾ പെരുമാറിയിരുന്നത്? എബി വിഷമത്തോടെയാണ് പറഞ്ഞത്. അറിയാം എബി, എന്ത് ചെയ്യാൻ, തെറ്റ് പറ്റിപ്പോയില്ലേ, അവളുടെ ബുദ്ധിമോശം. അതിന് അങ്കിളും ആൻറ്റിയും കൂട്ടു നിന്നിട്ടില്ല. അവരും അവളെ കുറ്റപ്പെടുത്തുകയാണ്. ഇനി സോഫി ചെയ്തതുപോലെ എന്തെങ്കിലും മണ്ടത്തരം അവൾ കാണിക്കുമെന്നാണ് എൻ്റെ ഭയം. എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ മനസ്സിന് താങ്ങാൻ കഴിയില്ല. അവൾക്കുള്ള ശിക്ഷ നമ്മൾ കൊടുത്തു കഴിഞ്ഞു, ഇനി കർത്താവ് നോക്കട്ടെ, ആൽബി പറഞ്ഞു നിർത്തി. എബി ഒരു ഞെട്ടലോടെയാണ് അവൻ്റെ വാക്കുകൾ കേട്ടത്. അത്രയ്ക്ക് സ്നേഹമായിരുന്നു അവൻ അവളെ. അവളുടെ അസിയും കുശുമ്പും പരിധിവരെ അവനും ആസ്വദിച്ചിരുന്നു. പൊന്നാരിച്ച് വളർത്തിയതിൻ്റെ കുഴപ്പമാണെന്ന് കരുതിയാണ് അവനെല്ലാം ക്ഷമിച്ചത്. അവൻ്റെ ജീവിതത്തിൽ അവൻ അടുത്തിടപഴകിയ ഒരേ ഒരു പെൺകുട്ടിയാണ് നിത. അവൻ്റെ ഉള്ളിൽ ചെറിയൊരു നീറ്റലുണ്ടായി. എബി, നീ എന്ത് തീരുമാനമെടുത്താലും ഞാനുണ്ട് നിൻ്റെ കൂടെ, അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് ആൽബി പറഞ്ഞു. ശരി, ഞാൻ ഇറങ്ങുന്നു, നേരം വൈകി, ഓഫീസിലൊന്ന് കയറണം. നീ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വിളിക്കണം കേട്ടോ, എബി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. ഞാൻ വിളിക്കാം, നീ പോയിട്ട് വാ. ആൽബി വാതിൽക്കൽ വരെ അവൻ്റെ ഒപ്പം ചെന്നു. എബി നടന്നു പോകുന്നത് ആൽബി നോക്കി നിന്നു. എബി പാവലിച്ചയ, നിധി അവൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നവൻ്റെ ഭാവത്തിൽ നിന്ന് മനസ്സിലായി. അവൾക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. സോഫി പറഞ്ഞു കേട്ട് ആൽബി വാതിലടച്ചുകൊണ്ട് അവളുടെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങിക്കൊണ്ട് പറഞ്ഞു. അല്ലെങ്കിലും നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഞങ്ങൾ ആണുങ്ങൾ ചങ്ക് പറിച്ചു തന്നാലും ചെമ്പരത്തിപ്പൂവാണെന്നല്ലേ പറയൂ. നിനക്കും ഞാൻ ആദ്യം ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അതുതന്നെയായിരുന്നല്ലോ.
ആൽബി ചിരിയോടെ അവളുടെ മുഖത്തിന് നേരെ മുഖം അടുപ്പിച്ചു. അവൻ്റെ ചെടുശ്വാസം അവളുടെ കവിളിൽ തട്ടി. അവളുടെ കണ്ണുകൾ കോമ്പി അടഞ്ഞു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കവിളിൽ പതിഞ്ഞു. അവനെ ചിരിയോടെ അവളിൽ നിന്ന് മാറി. അവൾ പെട്ടെന്ന് കണ്ണു തുറന്നു പരിഭവത്തോടെ അവനെ നോക്കി. അവളുടെ മുഖം ചുവന്നു തൊടുത്തു. ദേ പെണ്ണെ, കൈ അനക്കാതെ അവിടെ എവിടെയെങ്കിലും കിടന്നു. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താതെ. അവൻ പെട്ടെന്ന് തിരിഞ്ഞ് ഗ്ലാസ് കഴുകി വെക്കാൻ പോയി. സോഫി അതിശയത്തോടെ അവനെ നോക്കി. എന്ത് പറ്റിയതിന്? അടുത്തുണ്ടെങ്കിൽ ഒരു നേരം മടങ്ങിയിരിക്കാത്ത മനുഷ്യനാണ്. അവൾ അവനെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടാണ് ആൽബി അവളുടെ അടുത്തേക്ക് വന്നത്. സോഫി, നീ ഇപ്പോൾ എന്താ മനസ്സിൽ ഓർത്തെന്ന് ഞാൻ പറയട്ടെ? അവളുടെ അടുത്തിരുന്ന കയ്യിൽ പതിയെ തലോടിക്കൊണ്ട് ചോദിച്ചു അവൻ. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. പറ, ഞാൻ എന്താ ഇപ്പം മനസ്സിലോർത്തത്? അവൾ ചോദിച്ചു. അത് പിന്നെ ഇത്ര നാളും കാണാതിരുന്ന നിന്നെ ഒറ്റയ്ക്കടുത്ത് കിട്ടിയിട്ടും ഒരു ചുംബനത്തിൽ മാത്രം ഒതുക്കി ഞാൻ മാറിപ്പോയത് എന്താണെന്നല്ലേ? അവൾ നാണം കൊണ്ട് ചുവന്നു. ഒന്നും പറയാനാകാതെ അവൾ തല കുനിച്ചു പോയി. നിൻ്റെ ഈ മുഖം ചുവക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അവർ രണ്ടു കൈ കണ്ടും അവളുടെ കവളുകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു. നീ വല്ലാതെ ക്ഷീണിച്ചു പോയി സോഫി. മുഖം വിളറി വെളുത്തു. നിൻ്റെ കൈയിൻ്റെ വേദന എല്ലാം നിന്നേക്കാൾ ഞാൻ അറിയുന്നു. ഇനി സമയമുണ്ട്. നമുക്കാദ്യം നിൻ്റെ ബോഡി ഒന്ന് ഓക്കെ ആകട്ടെ. കേട്ടൊടി പെണ്ണേ, അവൻ നീറ്റിയുള്ള നീറ്റിൽ മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ പെട്ടെന്ന് അവനെ ചുറ്റിപ്പിടിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഈച്ചയ, എന്നെ ഇത്ര സ്നേഹിക്കാൻ മാത്രം ഞാൻ എന്താണ് ചെയ്തത്? എനിക്ക് പേടിയാകുന്നു. ഈ സ്നേഹം എനിക്ക് നഷ്ടപ്പെടുമോ എന്ന്. അവളെ ചുണ്ടുകൾ വിറച്ചു. എന്താ സോഫി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരിക്കലും ഉണ്ടാകില്ല. ഈ കൊക്കൽ ജീവനുള്ളിടത്തോളം നിന്നെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കാനും നിൻ്റെ വേദനകൾ എൻ്റെ കൂടിയാണെന്ന് കരുതി നിൻ്റെ ഒപ്പം ഉണ്ടാകും ഞാൻ. ആൽബി അവളെ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ അതിരം അവൻ്റെ നെഞ്ചിൽ പതിഞ്ഞു. കുറേ നേരം അവളെ ചേർത്ത് പിടിച്ചിരുന്നു അവൻ. ഫോൺ ബെല്ലടിച്ചപ്പോൾ അകന്ന് മാറി രണ്ടുപേരും. സിസിലി ചേച്ചിയായിരുന്നു. രാത്രിക്ക് ഫുഡ് കൊടുത്തു വിടാമെന്നും പറഞ്ഞുകൊണ്ട്. വേണ്ട, ഇവിടുന്ന് വാങ്ങാമെന്നും പറഞ്ഞു ആൽബി. മോൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു ആൽബി. മോൻ ഉറക്കമാണെന്നും പറഞ്ഞ് ഫോൺ വെച്ചു സിസിലി. മോൻ എല്ലാവരോടും ഇണങ്ങുന്നത് നന്നായി, അല്ലെങ്കിൽ ഇപ്പോൾ വിവരം അറിഞ്ഞേനെ. ആൽബി ഫോൺ ടേബിളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. നീ കിടന്നു, കുറേ നേരമായില്ലേ ഇരിക്കുന്നു. ആൽബി അവളെ നോക്കി. ഈച്ചയ, മുടി ഇന്ന് പൊക്കി കെട്ടിവെച്ച് തരുമോ? ചൂടെടുക്കുന്നു. സോഫി പറഞ്ഞപ്പോൾ ആൽബി അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ മുന്നിൽ നിന്നും മുടി മാടി ഒതുക്കി. അവൾ പാതി പട്ടൻ തുറന്നു കിടക്കുന്ന അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊഴ്ത്തി. എത്ര ദിവസങ്ങളായി താൻ ആഗ്രഹിക്കുന്നു ഈച്ചനെ അടുത്ത് കാണാൻ. ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചതല്ല. 6 മാസം കടന്നു പോയത് 6 വർഷം പോലെയാണ്. മുടി കെട്ടി ആൽബി മാറി നിന്നു. ഇച്ചൻ എന്തിനാ ഇനി ഗൾഫിൽ പോകുന്നത്? വല്യപ്പച്ചൻ പറഞ്ഞതുപോലെ ഇവിടെ നിന്നാൽ പോരെ? ഞാൻ നന്നായി പഠിച്ചോളാം ഇച്ചയ, ഇച്ചയും പോകണ്ട. സോഫി മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ഇവിടെ നിന്നാ ഇടയ്ക്ക് നിനക്ക് ഹോസ്പിറ്റലിൽ കയറേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ മോളിപ്പോൾ അതൊന്നും ആലോചിക്കേണ്ട. കുറച്ച് നേരം കിടന്നുറങ്ങ്. ക്ഷീണമൊന്നും മാറട്ടെ. ഞാൻ കമ്പനിയിലേക്കൊന്ന് വിളിച്ചിട്ട് വരാം. ഇവിടെ റേഞ്ച് കുറവാണ്. ആൽബി അവളെ കിടത്തിക്കൊണ്ട് പുതപ്പ് വലിച്ചിട്ട് കൊടുത്തു. ഞാനിപ്പോൾ വരാം, ഈ വരാന്തയിലുണ്ട് കേട്ടോ. ആൽബി ഫോണും എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു പോകുന്നത് നോക്കി കിടന്നു അവൾ.